നമസ്കാരം. സുശക്തമായ ഹിന്ദു സംഘടനയിലൂടെ ഹിന്ദു സമൂഹത്തിൻ്റെയും ഹിന്ദു സംസ്കാരത്തിൻ്റെയും ഹിന്ദു ധർമ്മത്തിൻ്റെയും സംരക്ഷണം ചെയ്തുകൊണ്ട് മാത്രമേ ഈ ഭാരതത്തിൻ്റെ അഥവാ ഹിന്ദുരാഷ്ട്രത്തിൻ്റെ പരമവൈഭവം സാധ്യമാവുകയുള്ളൂ എന്ന ഉറച്ച ബോധ്യത്തിൻ്റെ സാക്ഷാത്കാരമാണ് രാഷ്ട്രീയ സ്വയംസേവക സംഘം. സംഘം അതിൻ്റെ 100 വർഷം പൂർത്തീകരിക്കുകയാണ്. സഫലമായ ആ യാത്ര മുന്നോട്ട് പോവുകയാണ്. ഹിന്ദു സമൂഹത്തിൻ്റെ സമരസാവസ്ഥ അതാണ് രാഷ്ട്രവൈഭവത്തിൻ്റെ മുന്നുപാധിയായി സംഘമെന്നും കണക്കാക്കുന്നത്. അത് ആദ്യം മുതലേ തന്നെ സംഘത്തിൻ്റെ സ്വാഭാവികമായ പ്രവർത്തനത്തിൻ്റെ ഭാഗവുമാണ്. ആ പ്രവർത്തനത്തിൻ്റെ യാത്രയിലെ അത്യുജ്വലമായ ഒരു ഏടാണ് വലിയ തോതിൽ ആ സ്വാഭാവികമായ പ്രവർത്തനത്തിന് സാമൂഹ്യ പിന്തുണ ലഭിച്ച ഒരു മുഹൂർത്തമാണ് 1969 ഡിസംബർ 13, 14 തീയതികളിൽ ഉടുപ്പിയിൽ വെച്ച് നടന്ന ഹിന്ദു നേതൃസമ്മേളനം. എല്ലാ വിഭാഗം ഹിന്ദുക്കളും അവരെ എല്ലാവരെയും ഒരുപോലെ കാണുന്ന മുഹൂർത്തം. അശരണരും അഗതികളുമായ നിരക്ഷരരുമായ ഹിന്ദുക്കൾ അത് മാതാവും പിതാവും പോലെ, അതിഥിയും ആചാര്യനും പോലെ ഈശ്വരൻ തന്നെയാണ് എന്ന് നമ്മെ പഠിപ്പിച്ച സ്വാമി വിവേകാനന്ദൻ്റെ, അതെ, നിർജ്ജരാമരണമായി ജ്വലിക്കും വാഗ്വൈഖരി ഗർജനം മുഴക്കിയ ആ ഭാരത നരസിംഹത്തിൻ്റെ ധീരഗർജനത്തിന് പ്രാണൻ നൽകിയ മുഹൂർത്തമായിരുന്നു ആ ഹിന്ദു സന്യാസി സമ്മേളനം. അവിടെ വച്ചാണ് കഷ്ടപ്പെടുന്നവൻ, പാറ ഉടയ്ക്കുന്നവൻ, പകലന്തിയോളം പാടത്തെ ചേറിൽ പണിയെടുക്കുന്നവൻ, തെരുവിലെ ഓടയിലെ ചെളി മാറ്റുന്നവൻ, അവരാണ് സത്യത്തിൽ നാം തേടുന്ന ഈശ്വരൻ എന്ന് പഠിപ്പിച്ച ആ വിവേകവാണി ഒരർത്ഥത്തിൽ സാർത്ഥകമായി തീരുന്നത്, അതിന് സാക്ഷാത്കാരം ലഭിക്കുന്നത്. ആ സമ്മേളനത്തിൽ പങ്കുചേർന്ന അസംഖ്യം വരുന്ന സന്യാസി സമൂഹങ്ങൾ, ശങ്കരാചാര്യന്മാരും പേജാവർ മഠാധിപതി വിശ്വേശതീർത്ഥയും ഒക്കെ ഉൾപ്പെടുന്ന ആ വലിയ സമ്മേളനത്തിൽ വെച്ചാണ് രാഷ്ട്രീയ സ്വയംസേവക സംഘത്തിൻ്റെ 2ാമത്തെ സർസംഘചാലകായ ഗുരുജി ഗോൾവൽക്കറുടെ പ്രേരണയിൽ അദ്ദേഹത്തിൻ്റെ ആശയത്തിൻ്റെ, ആഗ്രഹത്തിൻ്റെ, അഭിലാഷത്തിൻ്റെ സാക്ഷാത്കാരം എന്നോണം ആ മന്ത്രമുറക്കെ ജപിച്ചത്. ന ഹിന്ദു പതിതോ ഭവേത്, ഒരു ഹിന്ദുവും പതിക്കപ്പെട്ടവനായില്ല. മമ ദീക്ഷ ഹിന്ദുരക്ഷ, എൻ്റെ വ്രതം ഹിന്ദുക്കളുടെ രക്ഷയാണ്. മമ ധർമ്മ സമാനത, മമ മന്ത്ര സമാനത, എൻ്റെ മന്ത്രം സമാനതയാണ്, സമരസതയാണ് എന്ന ആ ഉജ്ജ്വലമായ മുദ്രാവചനം സന്യാസിമാർ ഉറക്കെ പറഞ്ഞുകൊടുത്തത് സമൂഹം ഒന്നടങ്കം ഏറ്റുചൊല്ലി. അതൊരു വലിയ പരിവർത്തനത്തിൻ്റെ തുടക്കമായിരുന്നു. ഹിന്ദു സമൂഹത്തിൻ്റെ സംഘടനാ ജീവിത ചരിത്രത്തിലെ ആധുനിക കാലത്തെ ഏറ്റവും വലിയ പരിവർത്തനത്തിൻ്റെ മുഹൂർത്തമായിരുന്നു. ഒരർത്ഥത്തിൽ ആധുനിക ഹൈന്ദവ നവോത്ഥാന നായകന്മാരായ പൂജ്യ ദയാനന്ദ സരസ്വതിയുടെയും ശ്രീരാമകൃഷ്ണ പരമഹംസരുടെയും സ്വാമി വിവേകാനന്ദൻ്റെയും മഹർഷി അരവിന്ദൻ്റെയും ഒക്കെ സ്വപ്നത്തിൻ്റെ ഒരർത്ഥത്തിലുള്ള പൂർത്തീകരണമാണ് അന്ന് അവിടെ ആ മഹാസമ്മേളനത്തിൽ വെച്ച് നടന്നത്. ഹിന്ദു സമൂഹത്തെ എല്ലാ വിധത്തിലുമുള്ള ഭേദഭാവനകൾക്ക് അതീതമായി ഒരുമിപ്പിക്കുക എന്ന വലിയ ദൗത്യം ഏറ്റെടുത്തുകൊണ്ടുള്ള സംഘത്തിൻ്റെ പ്രവർത്തനത്തിൻ്റെ ഏറ്റവും സുപ്രധാനമായ ഒരു മുഹൂർത്തമാണ് അന്ന് അവിടെ സംജാതമായത്. ആ പ്രവർത്തനം ഇപ്പോഴും തുടരുകയാണ്. സംഘത്തിൻ്റെ 100ാം വർഷത്തോടനുബന്ധിച്ച് നടക്കുന്ന ഹിന്ദു ഏകതാ സമ്മേളനത്തിൻ്റെയും മുഖ്യമുദ്രാവാക്യം അതുതന്നെയാണ്. അന്ത്യജൻ അഗ്രജൻ ഇല്ലിവിടെ, ഒരാളും ഉച്ചനീചത്വങ്ങളില്ലാതെ ഹിന്ദുക്കൾ നാം ഒന്നാണേ എന്ന ഗാനം ഉറക്കെ പാടിക്കൊണ്ട് ഹൈന്ദവ സമൂഹം ഒറ്റക്കെട്ടായി മുന്നോട്ട് പോകാൻ ദൃഢപ്രതിജ്ഞ എടുക്കുന്ന ശുഭമുഹൂർത്തമാണ് കേരളത്തിൻ്റെ ഗ്രാമാന്തരങ്ങളിൽ നടക്കുന്ന
പോരാ ഭാരതമെമ്പാടുമുള്ള ഓരോ മുക്കിലും മൂലയിലും നടന്നുകൊണ്ടിരിക്കുന്ന ഹൈന്ദവ ഏകതാ സമ്മേളനങ്ങളുടെ ഏറ്റവും പ്രധാനപ്പെട്ട ഭാഗം ആ തത്വത്തെ, ആ ആശയത്തെ ഉൾക്കൊണ്ടുകൊണ്ട് എല്ലാ വിഭാഗം ഹൈന്ദവ സഹോദരന്മാരും ഹിന്ദു ഏകതാ സമ്മേളനത്തിൽ പങ്കുചേരുകയും ഈ കാലഘട്ടത്തിൻ്റെ അനിവാര്യതയായ ഹിന്ദു സംഘടന സത്യമാക്കി തീർക്കുകയും ചെയ്യേണ്ടത് ആവശ്യമാണ്. വിശേഷിച്ചും ഈ കാലഘട്ടം ഹിന്ദു സമൂഹത്തിനെതിരായിട്ടുള്ള, ഭാരതത്തിൻ്റെ രാഷ്ട്രസങ്കല്പത്തിനെതിരായിട്ടുള്ള ഒട്ടനവധി പ്രചരണങ്ങളും പ്രവർത്തനങ്ങളും ശത്രുപക്ഷത്ത് നിൽക്കുന്ന ആളുകൾ, വിദേശത്തുനിന്ന് പോലും അച്ചാരം വാങ്ങിക്കൊണ്ട് രാഷ്ട്രത്തിനെതിരായി പ്രവർത്തനങ്ങൾ നടത്തുന്നവരുടെ ഇത്തരത്തിലുള്ള പ്രവർത്തനങ്ങൾക്കെതിരായി ഹിന്ദു സംഘടന ഉണ്ടാകേണ്ടത് അത്യാവശ്യമാണ്. അതിൻ്റെ അനിവാര്യതയെ ബോധ്യപ്പെട്ടുകൊണ്ട്, യഥാർത്ഥത്തിൽ മനസ്സിലാക്കിക്കൊണ്ട് എല്ലാ വിഭാഗം ഹിന്ദുക്കളും ഈ ഹിന്ദു ഏകതാ സമ്മേളനത്തിൽ ഒരുമിക്കണം എന്ന് അഭ്യർത്ഥിക്കുകയാണ്. നിങ്ങളോട് ഓരോരുത്തരോടും ഈശ്വരൻ്റെ നാമത്തിൽ, സർവശക്തിയായ ദേവിയുടെ നാമത്തിൽ, ത്രിശക്തി രൂപിണിയായ ഭാരതമാതാവിൻ്റെ നാമധേയത്തിൽ അഭ്യർത്ഥിക്കുന്നു. വന്ദേ മാതരം.